ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ചേർത്തലയിലാണ്. അപ്പൊ രാജേഷ് ഇവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ സാധനമാണെന്നാണ് തോന്നണേ. നമുക്ക് എന്തായാലും എന്താണെന്നൊന്ന് നോക്കിട്ട് വരാം. ശർക്കര പാനിയാക്കി ശർക്കരയുടെ സ്മെല്ല് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. പൊളിക്കും നമ്മളൊന്ന്. ഇതെന്താ ഏലക്ക പൊടിച്ചു വെച്ചിരിക്ക. ഓക്കെ, ഇനി ചൂടാക്കി നെയ്യ് ഒഴിക്കണം. നെയ്യ്. നമ്മുടെ ചക്ക പരത്താനുള്ള അതിലേക്ക് ഇടുക. ഇതെന്ത് ചക്കയാ? കൂഴച്ചക്കയാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഴവിഴാന്നിരുന്നോളും, കൂഴച്ചക്ക ആയതുകൊണ്ട്. ചക്ക ഇവിടുന്ന് കിട്ടിയടാ? അമ്മ കൊടുത്ത ചക്കയാണ് രാജേഷിന്. ചെറിയ ചക്കയായി പോയല്ലോ, ഇച്ചിരി ഉള്ളല്ലേ? ചക്കയുടെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നു നോക്കും. അപ്പത്തേ ചക്കയൊക്കെ വരട്ടി കഴിഞ്ഞിട്ട് ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുക അല്ലേ? ഓക്കെ. അഴുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് അരിച്ച് അത് ഒഴിക്കുന്നത്. നീ ശർക്കരയിൽ കിടന്ന് കുറച്ചുകൂടെ ഫുൾ ഒഴിക്കുക. ശർക്കര പാനിയിൽ കിടന്ന ചക്ക വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കണം. അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഏലക്കാപ്പൊടി. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചല്ലേ? ഏകദേശം നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ ചക്ക ആയിട്ടുണ്ട്. ചക്ക വരട്ടി ആയിട്ടുണ്ട്, നല്ല പാകത്തിനായി. ഇനി അടയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം.